അമേരിക്കയ്ക്ക് ഇറാന്റെ യുദ്ധഭീഷണി. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ലോകമഹായുദ്ധം തന്നെ ഉണ്ടാകുമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അൽ ജസീറ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയ്ക്ക് നേരെ, ട്രംപിന് നേരെ വലിയ യുദ്ധഭീഷണി ഇറാൻ മുഴക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇത് സംബന്ധിച്ച് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടന്നു എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അങ്ങനെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകും. അത് മേഖലയിൽ വൻതോതിലുള്ള യുദ്ധത്തിനുള്ള സാഹചര്യമൊരുക്കും. അമേരിക്ക ചരിത്രപരമായി ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായിട്ടാണ് പ്രകോപനപരമായ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് ജോ ബൈഡന്റെ അവസാന കാലത്ത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ജോ ബൈഡൻ തന്നെ നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയെന്നുള്ള വാർത്തകളും ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അന്ന് ജോ ബൈഡന്റെ നിർദ്ദേശത്തെ ബെഞ്ചമിൻ നെതന്യാഹു നിരാകരിക്കുകയായിരുന്നു. കാരണം മേഖലയിൽ ഒരു സംഘർഷം ഉണ്ടാകരുത് എന്ന് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നു. ആ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരമൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ദീർഘകാല ഭാവിയിൽ ഇസ്രായേലിന് ഗുണകരമാകില്ല എന്ന് നെതന്യാഹു കൃത്യമായി മനസ്സിലാക്കി. അതുമാത്രവുമല്ല, ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ പിണക്കുന്നതിന് തുല്യമാകും ഇത്. അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും നെതന്യാഹു മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്നത്തെ ജോ ബൈഡന്റെ നിർദ്ദേശത്തെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞത്. എന്നാൽ പിന്നീട് ട്രംപ് അധികാരമേറ്റ ശേഷം ഇറാനിലേക്ക് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ്. സാമ്പത്തികമായി ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാന്റെ എണ്ണ വിപണിയെ തകർക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എണ്ണ ഉൽപ്പാദനത്തിലൂടെയും എണ്ണ വിപണനത്തിലൂടെയും ലഭിക്കുന്ന വൻതോതിലുള്ള ഫണ്ട്, ആ ഫണ്ടിൻ്റെ വലിയൊരു വിഭാഗം ഇറാൻ ഉപയോഗിക്കുന്നത് ആയുധങ്ങൾ നിർമ്മിക്കാനും ആയുധങ്ങൾ സംഭരിക്കാനുമാണ്. ഈ ആയുധങ്ങളും ഈ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്ത് തന്നെ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ, വലിയ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതും അവർക്ക് ഇറാൻ്റെ വൻതോതിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നതും. ഇതിന് ഒരു അറുതി വരുത്തണമെങ്കിൽ, ഇതിന് വലിയ തോതിലുള്ള തടയിടണമെങ്കിൽ ഇറാനെ സാമ്പത്തികമായി തകർക്കണം, ഇറാൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കണം. ഇറാൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമെന്നത് ഇറാൻ്റെ എണ്ണ വിപണിയെ വൻതോതിൽ ബാധിക്കണം. അതിന് അറബ് രാജ്യങ്ങളോട്, ഒപെക് രാജ്യങ്ങളോട് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ട്രംപിൻ്റെ വലിയൊരു ആഹ്വാനമുണ്ടായിരുന്നു. നിങ്ങളുടെ എണ്ണ വില കുറച്ചുകൊണ്ട് എണ്ണ വിതരണം നടത്തണം. അങ്ങനെ റഷ്യയെയും ഇറാനെയും ഒക്കെ ഒരുപോലെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം. എണ്ണ വിപണിയിൽ ഉള്ള വിലക്കുറവ്, എണ്ണ വിപണിയിൽ വില കുറയുമ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ആരും വാങ്ങില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് എണ്ണയെ ആശ്രയിക്കും ജനങ്ങൾ, ലോകത്തെ വിവിധ രാജ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും റഷ്യയുടെയും ഇറാൻ്റെയും സാമ്പത്തിക അടിത്തറ തകരും. ഇതായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട നയം. എന്നാൽ അതിനെ ഒപെക് രാജ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എങ്കിൽ പോലും ഇറാന് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നതിൻ്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. അതിനിടയിലാണ് വീണ്ടും ട്രംപിനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, അമേരിക്കയെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രസ്താവന ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അമേരിക്കയ്ക്ക് നേരെ ഇറാൻ്റെ ഭീഷണി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നു. അമേരിക്കയും ഇസ്രായേലും ഏതെങ്കിലും കാലഘട്ടത്തിൽ, ഏതെങ്കിലും സമയത്ത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാൽ അത് വൻ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും ഒരു ലോക യുദ്ധം തന്നെയായി അത് പരിണമിക്കുമെന്നുമാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. നേരത്തെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്,
ഇനിയും പ്രകോപനം തുടർന്നാൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കും എണ്ണപ്പാടത്തിലേക്കും ഒക്കെ തന്നെ ശക്തമായ ആക്രമണം നടത്തുകയാണ് വേണ്ടത് എന്നായിരുന്നു. അപ്പോൾ ആ നിലപാട് തന്നെയാണ് ട്രംപിനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ട്രംപ് ഇറാന് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, ചില താക്കീതുകൾ നൽകിയിരുന്നു. മേഖലയിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപെടലുകൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്കയായിരിക്കും ഇറാനെ ആദ്യം ആക്രമിക്കുക എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ സാധ്യമായതും ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതും ബന്ദിമോചനം ഇപ്പോൾ സാധ്യമായിക്കൊണ്ടിരിക്കുന്നതും. ബന്ദിമോചനം സാധ്യമാകുമ്പോഴും ഗാസ സ്ട്രിപ്പിൽ വീണ്ടും ഹമാസിൻ്റെ സാന്നിധ്യം കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന് തലവേദനയാണ്. അമേരിക്കയും അത് കൃത്യമായി നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗാസ സ്ട്രിപ്പിലേക്ക് ഹമാസിൻ്റെ തിരിച്ചുവരവ് സാധ്യമാക്കിയതിന് പിന്നിൽ ഈജിപ്തിനും ഇറാനുമൊക്കെ പങ്കുണ്ട് എന്ന് അമേരിക്ക കരുതുന്നുണ്ട്. അതിൽ പ്രധാനി ഈജിപ്റ്റാണ്. ഖത്തറിൻ്റെ സാമ്പത്തിക സഹായമുണ്ട്. എന്നാൽ ആയുധങ്ങൾ എത്തിക്കുന്നതിൽ ഇറാനുള്ള പങ്കും ചെറുതല്ല എന്ന് ട്രംപ് കൃത്യമായി കരുതുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനുള്ള ചില സൂചനകളും ചില ചർച്ചകളും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഉണ്ടായത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൻതോതിലുള്ള മുന്നറിയിപ്പ് അൽ ജസീറ ടെലിവിഷനിലൂടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി നടത്തിയിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ചാൽ അത് ചരിത്രത്തിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ മണ്ടത്തരമാകും. അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ തിരിച്ചടിക്കും. മേഖലയിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറും എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനോട് അമേരിക്കയുടെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഔദ്യോഗികമായ ഒരു പ്രതികരണം അധികം വൈകാതെ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്തിരിക്കുന്നു. ഇസ്രായേലി സേന അതിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നു. ഒരു ഉത്തരവിന് കാത്തു നിൽക്കുകയാണ് ഇസ്രായേൽ വ്യോമസേന. ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ നിർദ്ദേശം നൽകിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊള്ളൂ എന്നായിരുന്നു വ്യോമസേനയ്ക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ആ വ്യോമസേനയുടെ ആ നിർദ്ദേശത്തിന് പിന്നാലെ തന്നെ നിർദ്ദേശത്തിന് പിന്നാലെ തന്നെ ഇസ്രായേൽ വ്യോമസേന എല്ലാം തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ഇനി സിറിയയുടെ വ്യോമാതിർത്തി കടന്നുകൊണ്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിസ്സാരമാണ്. നേരത്തെ 2 തവണ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നു. അതിൽ ഒക്ടോബർ മാസം 26-ാം തീയതി നടന്ന ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഇറാൻ എന്ന രാജ്യത്തിന് ഇസ്രായേൽ നൽകിയത്. ഇറാൻ്റെ ആയുധ നിർമ്മാണശാലകൾ, ഇറാൻ്റെ ഡ്രോൺ ഫാക്ടറികൾ, ഇറാന്റെ S-300 വ്യോമ പ്രതിരോധ സംവിധാനം, ഇതിനെയൊക്കെ തന്നെ ഇസ്രായേൽ തകർത്തിരുന്നു. അന്ന് വേണമെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കാമായിരുന്നു. എന്നാൽ ജോ ബൈഡന് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയ ഒരു വാക്ക് പാലിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്താതെ പിൻവാങ്ങിയത്. എന്നാൽ അടുത്തൊരു തവണ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ അതിനെ ആക്രമിച്ച് തകർത്തിരിക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പിന്നാലെ പ്രതികരിച്ചത്.